പെരുവാരം ശ്രീ മഹാദേവ ക്ഷേത്രം എറണാകുളത്ത് നോർത്ത് പറവൂരിൽ കിഴക്കോട്ട് ദർശനമായി ശിവഭഗവാനും പടിഞ്ഞാട്ടു ദർശനമായി പാർവതീദേവിയും വട്ടശ്രീകോവിൽ പ്രതിഷ്ഠയുള്ള പെരുവാരം മഹാദേവ ക്ഷേത്രം. പരമശിവൻ പരിവാരങ്ങളോടുകൂടെ കുടികൊള്ളുന്നു. പരിവാരം ആണ് പെരുവാരമായതെന്ന് കരുതുന്നു. കന്നിമൂലയിൽ ഗണപതി, നാലമ്പലത്തിന് പുറത്ത് വടക്ക് പാലമര ചുവട്ടിൽ യക്ഷിയും തെക്ക് പ്രഭാസത്യ സമേതനായ ധർമ്മശാസ്താവും ഉപദേവതമാരാണ്. കിഴക്കും പടിഞ്ഞാറും കുളങ്ങളുണ്ട്. ഉത്സവകാലത്തൊഴിച്ച് എല്ലാ ദിവസവും ദേവന് സഹസ്രകുംഭാഭിഷേകം നടത്തുന്നു. ദിവസവും ക്ഷീരധാരയും കളഭം തുടങ്ങിയ വഴിപാടുകളും ഉണ്ട്. 1000 കുടം അഭിഷേകം വിശേഷ വഴിപാടാണ്. അസാധ്യ കാര്യങ്ങളും ഇവിടെ നിർമാല്യം തൊഴുത് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാണ് വിശ്വാസം. 41 നിർമാല്യ ദർശന വിശേഷമാണ്. സ്വയംവരാർച്ചന വിവാഹം നടക്കാൻ വേണ്ടിയാണ് നടത്തുന്നത്. 800-ലധികം വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നു. രാവിലെ 5 മണി മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയും ദർശനം നടത്താം. 7 ശനി, കണ്ടകശനി തുടങ്ങിയ ശനിദോഷങ്ങൾ ഇവിടെ ദർശനം നടത്തിയാൽ തീരുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് കുറച്ച് കിഴക്കായി മന്നം സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. വർഷത്തിലൊരു ദിവസം മാത്രം മന്നം സുബ്രഹ്മണ്യൻ അച്ഛനായ മഹാദേവന്റെ ഉത്സവത്തിന് എത്തുന്നു. വലിയ വിളക്ക് ദർശിക്കാൻ മന്നം സുബ്രഹ്മണ്യൻ വാദ്യമേളങ്ങൾ, തെയ്യം മുതലായ കലാരൂപങ്ങളും താലവുമായി പെരുവാരം സന്നിധാനത്ത് എത്തിച്ചേരും. മഹാദേവ ക്ഷേത്രം വലിയ വിളക്ക് ദിവസം 9 ആനകളെ അണിനിരത്തി ഉത്സവം കൊണ്ടാടുന്നു. കേരളത്തിൽ അവസാനം നടക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് ഇവിടത്തേത്. മേടമാസത്തിലെ തിരുവാതിര ആറാട്ട് ഉത്സവം 10 ദിവസം ആഘോഷിക്കുന്നു. ഈ ക്ഷേത്രത്തിനു കീഴിൽ ചെറുവല്യകുളങ്ങര ശ്രീകൃഷ്ണൻ, വേട്ടയ്ക്കൊരുമകൻ എന്നീ ക്ഷേത്രങ്ങൾ നിലവിലുണ്ട്. ക്ഷേത്രതന്ത്രി വേഴപ്പറമ്പ് മന ദാമോദരൻ നമ്പൂതിരിപ്പാടാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് പെരുവാരം മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ ശാന്തി പുറപ്പെടാ ശാന്തിയാണ്. മണ്ഡലകാലത്ത് നറുക്കെടുപ്പിലൂടെയാണ് ശാന്തിയെ തിരഞ്ഞെടുക്കുന്നത്. അന്നദാനത്തിനുള്ള കാണിക്ക വസ്തുക്കളാണ് കിഴക്കേ നടയിലും പടിഞ്ഞാറ് നടയിലും ഒരുക്കിയിരിക്കുന്നത്. ഉത്സവ ദിവസത്തെ ആഘോഷ പരിപാടികളുടെ നോട്ടീസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടിയേറ്റ് സമയത്ത് നെൽപ്പറ നൽകുന്നത് കുടുംബത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും നല്ലതായതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗജവീരൻ മുണ്ടയ്ക്കൽ ശിവനന്ദനും നമ്മളോടൊപ്പം തൃക്കൊടിയേറ്റിൻ്റെ ഭാഗമാകാൻ ഇവിടെ അണിനിരന്ന് നിൽപ്പുണ്ട്. തൃക്കൊടിയേറ്റിൻ്റെ സമയമായി ഏതാനും നിമിഷങ്ങൾക്കകം ആ മംഗളകർമ്മം നടക്കുന്നതാണ്. അതിനായിട്ടുള്ള പൂജാ കർമ്മങ്ങളെല്ലാം തന്ത്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മംഗളകർമ്മം കണ്ണാൽ ദർശിക്കാൻ വേണ്ടി ഭക്തജനങ്ങളെല്ലാം അവിടെ ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ്. നാടിന് ഐശ്വര്യവും സമാധാനവും നൽകുന്ന ഒരു ദിവസങ്ങളിലൂടെയാണ് ഇവിടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവത്തിൻ്റെ ഭാഗമാകാൻ ഓരോ ഭക്തജനങ്ങളും കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയാണ്. മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വഴിപാടുകളും ഭക്തജനങ്ങൾ ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ എന്ത് വഴിപാടുകൾ ചെയ്താലും അതിനുള്ള ഫലമുണ്ടാകുമെന്നാണ് ഓരോ ഭക്തജനങ്ങളും വിശ്വസിക്കുന്നത്. ശനിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് കൂവളത്തിൻ്റെ മാല സമർപ്പിക്കുന്നത് അത്യുത്തമമാണ്. ദേവിക്ക് താമരപ്പൂവും തുളസിമാലയും സമർപ്പിക്കാം.
തൃക്കൊടിയേറ്റ് എന്ന മംഗളകർമ്മം തുടക്കം കുറിച്ചിരിക്കുന്നത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവത്തിന് വേണ്ടിയാണ്. ഓരോ ഭക്തജനങ്ങളും പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി ആ ദിവസങ്ങളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. ഉത്സവത്തിൻ്റെ തിമിർപ്പിലാണ് ഈ നാട് മൊത്തം. ഭഗവാൻ തങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും കഷ്ടതകളും നീക്കി ഐശ്വര്യവും സമാധാനവും നൽകുമെന്ന് ഓരോ ഭക്തരും വിശ്വസിക്കുന്നു. ഈയൊരു വിശ്വാസമാണ് ഓരോ ഭക്തരെയും മുന്നോട്ട് നയിക്കുന്നത്. ഈ നാടും നാട്ടുകാരും സന്തോഷത്തിൻ്റെ തിമിർപ്പിലാണ്. ഈ ഒരു സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ എല്ലാവിധ കൃപകളും ഓരോ ജനങ്ങളിലും എത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ കുടുംബസമേതനായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിലുണ്ടാവുന്ന എല്ലാവിധ ദോഷങ്ങളും കഷ്ടതകളും നീക്കുവാൻ ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നടത്തിത്തരും എന്നാണ് വിശ്വാസം. ശനിദശ, കണ്ടകശനി എന്നീ ദോഷങ്ങളുള്ളവർ ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ്. പല കാരണങ്ങൾ കൊണ്ട് വിവാഹം നടക്കാത്ത ആൺകുട്ടികളോ പെൺകുട്ടികളോ ഇവിടെ വന്ന് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം. പാർവതി ദേവിയോടും ഈ ഒരു പ്രാർത്ഥന നമ്മൾക്ക് നടത്താവുന്നതാണ്. പാർവതി പരമേശ്വരനായതുകൊണ്ട് തന്നെ ഭഗവാൻ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുമെന്നാണ് വിശ്വാസം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഭഗവാൻ ദേവിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.